അഗ്രഹാരങ്ങൾക്ക് പേരുകേട്ട ഒരു പ്രദേശമാണ് കൽപ്പാത്തി ഗ്രാമം. എനിക്ക് ഈ ഗ്രാമവുമായി വളരെ അടുത്ത ബന്ധമാണുള്ളത്. കാരണം 1993 മുതൽ 6 വർഷത്തോളം കാലം ഞാനിവിടെ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായി വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ താമസിച്ചിരുന്നത് ഈ അഗ്രഹാരങ്ങളിൽ ഒന്നിലായിരുന്നു. നമ്മളിവിടെ താമസിക്കുമ്പോൾ എല്ലാ വർഷവും ഈ കൽപ്പാത്തി രഥോത്സവത്തിൽ വളരെ ആക്റ്റീവായി പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു ദേശത്ത് കൂടെ വർക്ക് ചെയ്തവരും നമ്മുടെ വിദ്യാർത്ഥികളുമായി നിരവധി ആൾക്കാരുണ്ട്. പക്ഷേ അവരൊക്കെ പല മേഖലകളിൽ ഉള്ളതിനാൽ ഇപ്പോൾ ആരുമില്ല. എങ്കിലും ഇവിടെ വരണമെന്ന് വളരെ നാളായി ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ഒരു 35 വർഷത്തിന് ശേഷമാണ് ഇവിടെ വീണ്ടും എത്താനും ഈ രഥോത്സവം ചിത്രീകരിച്ച് നിങ്ങളിലേക്ക് എത്തിക്കാനും ശ്രമിക്കുന്നത്. കഴിഞ്ഞ 10 ദിവസമായി ഇവിടെ ഉത്സവം നടക്കുന്നുണ്ട്. ആത്മീയവും മതപരവുമായ നിരവധി ആചാരങ്ങൾ ഇവിടെ രഥോത്സവവുമായി ബന്ധപ്പെട്ട് നടത്തി വരാറുണ്ട്. നിരവധി ഭക്തരും ടൂറിസ്റ്റുകളും ഈ ഒരു ആഘോഷത്തിൽ പങ്കുചേരാനും രഥത്തിൻ്റെ വടത്തിൽ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നതിനുമായി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ളവരുടെ സത്യസന്ധതയും നിഷ്കളങ്കതയുമൊക്കെയാണ് ഈ ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കൽപ്പാത്തി ക്ഷേത്രത്തെ അറിയപ്പെടുന്നത് കാശിയിൽ പാതി കൽപ്പാത്തി എന്നാണ്. അതായത് ഈ കൽപ്പാത്തിയിൽ വന്ന് തൊഴുതാൽ കാശിയിൽ പോയതിൻ്റെ പകുതി ഫലം കിട്ടും എന്നാണ് ഇവിടുത്തുകാർ പറയാറുള്ളത്. ഇന്ന് നവംബർ 16-ാം തീയതിയാണ് രഥോത്സവത്തിൻ്റെ അവസാന ദിവസം. കഴിഞ്ഞ 10 ദിവസങ്ങളിലായി രഥോത്സവം നടക്കുന്നുണ്ട് എങ്കിലും അവസാനത്തെ 3 ദിവസങ്ങളാണ് ഏറ്റവും പ്രധാനമായത്. ആ ദിവസങ്ങളിലാണ് രഥോത്സവം നടക്കാറുള്ളത്. വൈകുന്നേരങ്ങളിൽ ഈ രഥം പല ഭാഗങ്ങളിലായി വലിച്ചുകൊണ്ട് പോവുകയും 16-ാം തീയതി വൈകുന്നേരം 7 മണിയോടെ എല്ലാ രഥങ്ങളും വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് സംഗമിക്കുകയും ഈ വർഷത്തെ രഥോത്സവം അവസാനിക്കുകയും ചെയ്യും. ഞാനിന്ന് രാവിലെ 4 മണിയോടെ പാലക്കാട് KSRTCയിലെത്തി. അതിനുശേഷം അവിടുന്ന് ഫ്രഷായതിനു ശേഷം 5 മണിയോടെ ക്ഷേത്രത്തിലെത്തി. അവിടെ ചുറ്റുപാടുമൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് വൈകുന്നേരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ജനങ്ങളുടെ നിറഞ്ഞ ആവേശങ്ങളാണ് വൈകുന്നേരം കാണാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കണ്ടതിന് ശേഷം വൈകിട്ടുള്ള കുട്ടിക്കലാശത്തിലേക്ക് പോകാം. ഇപ്പോൾ എൻ്റെ പിന്നിൽ കാണുന്നതാണ് ഇവിടുത്തെ അഗ്രഹാരങ്ങൾ. ഇവിടെ പ്രധാനമായും തമിഴ് ബ്രാഹ്മിൺസാണ് താമസിക്കുന്നത്. എല്ലാ റോഡുകളിലും വളരെയധികം തിരക്ക് രാവിലെ മുതൽ തന്നെ അനുഭവപ്പെട്ടു കഴിഞ്ഞു. വൈകുന്നേരം 3 മണി കഴിയുന്നതോടെ ഇവിടെ എല്ലാം ജനങ്ങളെ കൊണ്ട് നിറയും. കാല് കുത്താൻ പോലും പറ്റാത്ത അവസ്ഥയാണെന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത് മുൻകാലങ്ങളിൽ. അതിൽ നിന്നും വലിയ ജനപ്രവാഹം തന്നെ ഇവിടെ ഇന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. You are watching Jewel Junction Media. കൽപ്പാത്തി പുഴയുടെ മനോഹരമായ കാഴ്ചയാണ്. കൽപ്പാത്തി ക്ഷേത്രത്തിൻ്റെ സൈഡിലൂടെ ഒഴുകിപ്പോകുന്ന ഒരു പുഴയാണ് കൽപ്പാത്തി പുഴ. മനോഹരമായ കാഴ്ച തന്നെയാണ്. തനതായ പലഹാരങ്ങളും സ്വീറ്റ്സുകളും ഒക്കെ ഇവിടെ കടകളിൽ ലഭ്യമാണ്. അതിലൊരു ഷോപ്പാണത്. ഇവിടെ മുറുക്കും അങ്ങനെയുള്ള പലവിധ പലഹാരങ്ങളിവിടെ ഉണ്ട്. നിരവധി ആൾക്കാരാണിത് വാങ്ങാൻ നിൽക്കുന്നത്. അവിടെ ഉണ്ടാക്കുന്നതാണ് ഫേമസ്. മുറുക്ക് ചീട, ഉണ്ണിയപ്പം. മുറുക്ക് ചീട, മുറുക്ക് 100 രൂപ. എത്ര പീസ് വരും? 10 പീസ്.
രഥോത്സവം എന്ന് പറയുന്നത് വർഷത്തിൽ 365 ദിവസവും ക്ഷേത്രങ്ങളിൽ പോയി ഈശ്വരാരാധന നടത്തുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടി വർഷത്തിലൊരിക്കൽ സഞ്ചരിക്കുന്ന ക്ഷേത്രമായിട്ടുള്ള രഥങ്ങളിൽ ദേവന്മാർ വിശ്വാസ സമൂഹത്തെ കാണാൻ വരുന്നതാണ് ഈ രഥോത്സവത്തിൻ്റെ പ്രത്യേകത. കൽപ്പാത്തി രഥോത്സവത്തെ സംബന്ധിച്ചിടത്തോളം കാശിയിൽ പാതി എന്നുള്ള നിലക്ക് അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ ലോകം മുഴുവനും ജനശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിൽ എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഈവൻ ഫോറിനേഴ്സ് പോലും എത്തിച്ചേരുന്ന ഒരു കൽപ്പാത്തി രഥോത്സവം അതിൻ്റെ മഹത്വത്തിലേക്ക് പോകണം. മറ്റൊന്ന്, പൈതൃക പദ്ധതിയിൽ 2007-2008 കാലഘട്ടത്തിൽ കൽപ്പാത്തിയെ ഉൾപ്പെടുത്തിയ ഒരു സ്ഥലമായതുകൊണ്ട് ഈ DTPCയുടെ മാപ്പിൽ കൽപ്പാത്തി വന്നതോടുകൂടി കൽപ്പാത്തി രഥോത്സവത്തിന് കൂടുതൽ പ്രാധാന്യം കിട്ടുകയാണ്. കാരണം പൈതൃക മൂല്യങ്ങളുടെ ഒരു കലവറയാണ് കൽപ്പാത്തി. കൽപ്പാത്തിയുടെ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ സ്പന്ദനങ്ങളും ഓരോ മൂല്യങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെ ക്ഷേത്രം തമിഴ്നാട് ആചാരപ്രകാരം തമിഴ് ബ്രാഹ്മിൻസിൻ്റെ ആചാരപ്രകാരമാണ് നടക്കുന്നത്. അതിൽ കൽപ്പാത്തിയെ സംബന്ധിച്ചിടത്തോളം ശിവക്ഷേത്രവും ലക്ഷ്മീനാരായണ പെരുമാളും, അതായത് ശിവന്റെ ആരാധിക്കുന്ന കുറുക്കന്മാരും അതേപോലെ വൈഷ്ണവ ആചാര്യന്മാരും എല്ലാം കൂടിയിട്ടുള്ള ഒരു സംഗമമായിട്ട് വരികയാണ്. അതാണ് ഈ കൽപ്പാത്തി രഥോത്സവത്തിന്റെ ഏറ്റവും വലിയ സിഗ്നിഫിക്കൻസ്. പൊതുജനങ്ങളോടൊപ്പം തന്നെ ക്ഷേത്രങ്ങളിലും ഒരു ഒത്തുകൂടൽ, ഒരു ആധ്യാത്മിക ഭൗതികതയുടെ ഒത്തുകൂടൽ, വേദങ്ങൾ, സംഗീതം, അതുപോലുള്ള എല്ലാത്തിൻ്റെയും ഒരു ഒത്തുകൂടലായിട്ട് മാറിയിരിക്കുകയാണ്. ഇന്ന് കൽപ്പാത്തി രഥോത്സവത്തിന്റെ അവസാന ഘട്ടമാണ്. ഇത് 3-ാം തേര്. ഇന്ന് ലക്ഷ്മീനാരായണ പെരുമാൾ പഴയ കൽപ്പാത്തി, പ്രസന്ന മഹാഗണപതി ചാത്തപുരം, ഈ 2 ക്ഷേത്രങ്ങളിലെ ദേവന്മാരാണ് ഇന്ന് കാലത്ത് 11-11:30 മണിയാകുമ്പോഴേക്കും രഥത്തിൽ കയറി രഥപ്രയാണം ചെറിയ തോതിൽ ഒരു 10 മീറ്റർ മുന്നിട്ട് വന്ന് നിൽക്കുക.
അങ്ങനെ ഭക്തിയാദരപൂർവ്വം നടന്ന രഥോത്സവം വൈകുന്നേരം 7 മണിയോടെ കൽപ്പാത്തി ക്ഷേത്രത്തിന് മുന്നിൽ സമാപിച്ചു. വീണ്ടും അടുത്ത വർഷം കാണാം എന്ന പ്രതീക്ഷയോടെ.